നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പാകിസ്ഥാൻ ആഭ്യന്തര കലാപത്തിൻ്റെയും ആഭ്യന്തര ഭീകരവാദ ഭീഷണിയുടെയും മുൾമുനയിലാണ് എന്നുള്ള സുപ്രധാന വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതായത് പാകിസ്ഥാനിലെ ഷിയ നേതൃത്വത്തെ അങ്ങോട്ട് ചെന്ന് അസിം മുനീർ തന്നെ കാണുകയുണ്ടായി. എന്നിട്ടും ഷിയ നേതൃത്വം ഇതിന് വഴങ്ങിക്കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒരു അടച്ചിട്ട ഒരു ക്ലോസ് ഡോർ ഡിസ്കഷനിലെയാണ് അസിം മുനീർ ഒരു ഷിയ നേതൃത്വവുമായിട്ട് ചർച്ച നടത്തിയത്. ഷിയ ഉലമയുമായിട്ടാണ് അസിം മുനീർ കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ ഇവർ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനിടെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു യുദ്ധം കനക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ ആശുപത്രിയിലേക്ക് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൻ്റെ ഞെട്ടൽ ഇപ്പോൾ പാകിസ്ഥാനിൽ കൂടിയും കഴിഞ്ഞിട്ടില്ല. വലിയ എതിർപ്പാണ് ഇതിനെതിരെ പാകിസ്ഥാനിൽ തന്നെ രൂപപ്പെടുന്നത്. അത്തരത്തിൽ വലിയ ഭീഷണി ഡ്യൂറൻ ലൈനിൽ നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പാകിസ്ഥാനകത്തുള്ള ഷിയ നേതൃത്വവും കൂടിയും ഒരു ഭീകരവാദത്തിലേക്ക് നയിക്കുന്നത്. അത്തരത്തിൽ ഒരു സാഹചര്യം പാകിസ്ഥാൻ ഉണ്ടായാൽ അത് അതിജീവിക്കുവാൻ പാകിസ്ഥാന് ഇപ്പോൾ സാധിക്കില്ല എന്ന് ഉറപ്പായിട്ടും പാകിസ്ഥാൻ അറിയാം. അസിം മുനീറിന് പ്രത്യേകിച്ചും അറിയാം. അസിം മുനീർ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് സൗദി അറേബ്യയെ വെറുപ്പിച്ചുകൊണ്ട് ഒരു കാരണവശാലും പാകിസ്ഥാന് മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കില്ല. കാരണം സൗദി അറേബ്യയിൽ നിന്നാണ് പ്രധാനമായിട്ടും പാകിസ്ഥാന് കടം ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയെ വെറുപ്പിക്കുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഇറാനെതിരെ പാകിസ്ഥാന് നിൽക്കേണ്ടി വരുന്നത്. അതല്ലാതെ ഇറാനെ വളരെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ രാജ്യ താല്പര്യം അനുസരിച്ച് ഇറാനെതിരെ നീങ്ങുവാനായിട്ട് യാതൊരു രീതിയിലും പാകിസ്ഥാന് ഉദ്ദേശമില്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇറാനെ ആക്രമിക്കുവാനോ അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുന്നവർക്കൊപ്പം നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് പാകിസ്ഥാൻ ഉള്ളത് എന്ന് പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ് അസിം മുനീർ. എന്നാൽ ഇതിന് വഴങ്ങിക്കൊടുക്കുവാൻ തങ്ങൾ തയ്യാറല്ല എന്നതാണ് ഇപ്പോഴത്തെ പാകിസ്ഥാനിലുള്ള ഷിയ നേതൃത്വം, ഷിയ ഉലമ പറഞ്ഞിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനിടെ ഗൾഫ് യുദ്ധം കനക്കുകയാണ്. ഇന്നും ഇസ്രായേൽ അതിൻ്റെ ഏറ്റവും കൃത്യമായ ഒരു ഓപ്പറേഷനാണ് നടത്തിയിരിക്കുന്നത്. അതായത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിലുള്ള ഇറാൻ്റെ ഒരു വലിയ യുദ്ധക്കപ്പലാണ് ഇസ്രായേൽ തകർത്തിരിക്കുന്നത്. അത്തരത്തിൽ ഇറാൻ്റെ ഒരു യുദ്ധക്കപ്പൽ തകർത്തുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ള ഇറാൻ്റെ ഭീഷണികളെല്ലാം തന്നെ അവസാനിപ്പിക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭാഗങ്ങളിലൊക്കെയുള്ള മൈനുകൾ കണ്ടെത്തുകയും അതിനെ നിർവീര്യമാക്കുകയും അങ്ങനെ ഇറാനെ അടിമുടി തകർക്കുവാനുള്ള പദ്ധതികളാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സൗത്ത് പാഴ്സിലേക്ക് നടത്തിയ ഒരു അറ്റാക്കും അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇറാനെ എല്ലാ മേഖലയിലും തകർത്തെറിയുക, ഇറാന് ഇനി ഒന്ന് തല പൊക്കുവാൻ പോലും കഴിയാത്ത രീതിയിൽ ഇറാനെ അടിച്ചമർത്തുക എന്നതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഉദ്ദേശം. അത് നടത്തിയെടുത്തതിന് ശേഷം മാത്രമേ എങ്ങനെയാണോ ഗാസയിൽ ഒരു സമാധാന ശ്രമം നടത്തിയത് അതുപോലെ ഇറാനിൽ ഒരു സമാധാന ശ്രമം നടത്തുക, ലോകത്തിലെ വിവിധ രാജ്യങ്ങൾക്കകത്തു നിന്നുള്ള ഒരു സമാധാന ദൗത്യവുമായിട്ട് ആ മേഖലയിൽ നിന്നുള്ള രാജ്യത്തിലുള്ള പ്രതിനിധികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലൊരു സമാധാന ദൗത്യം നടത്തുക, അങ്ങനെ ഗൾഫ് മേഖലയിൽ ഒരു സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യം വച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഇസ്രായേലിൻ്റെ ഒരു ലക്ഷ്യം കാരണം അനുഭവിക്കേണ്ടി വരുന്നത് പാകിസ്ഥാനാണ്. അതായത് പാകിസ്ഥാനിൽ ഇനി ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ്. പാകിസ്ഥാൻ സാമ്പത്തികമായി അടിത്തറ തന്നെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണിത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ ഇന്റേണലി ആഭ്യന്തരമായിട്ട് ബലൂജ് മേഖലയിൽ നിന്ന് ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ബലൂജ് ആർമിയുടെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. തെഹ്രീക്ക് താലിബാൻ്റെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ഷിയകളുടെ ആക്രമണം കൂടി ഉണ്ടായാൽ തീർച്ചയായിട്ടും പാകിസ്ഥാന് ഇതിനെ അതിജീവിക്കുവാനുള്ള ശേഷി ഉണ്ടാകില്ല. അത്തരത്തിൽ പാകിസ്ഥാൻ ഏറെക്കുറെ ഒറ്റപ്പെടുകയും തീർച്ചയായിട്ടും ഒരു ആക്രമണത്തിൻ്റെ ഒരു മുൾമുനയിൽ എത്തി നിൽക്കുകയുമാണ്. അതായത് പാകിസ്ഥാനിലെ ഷിയകളുടെ ഒരു ഭീകരവാദ ദൗത്യം ഉടൻ തന്നെ പാകിസ്ഥാൻ്റെ നിർണായകമായ ഇടങ്ങളിലേക്ക് ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.